കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന് കർശന സുരക്ഷയൊരുക്കി പോലീസ്. സുഗമമായ ആഘോഷ പരിപാടികൾക്കായി ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായി കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ പറഞ്ഞു. ക്ഷേത്രത്തെയും നഗരത്തെയും 2 സോണുകളായി തിരിച്ച് 2 DYSPമാർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം, വനിതാ പോലീസിന്റെ സേവനവും ഉറപ്പാക്കുമെന്നും സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറിയിച്ചു. ക്ഷേത്രത്തെയും നഗരത്തെയും 2 സോണുകളായി തിരിച്ച് 2 DYSPമാർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. ക്രമസമാധാന ചുമതല കൊടുങ്ങല്ലൂർ DYSP BK രാജുവിനാണ്. തൃശൂർ റൂറൽ DCRB DYSP SY സുരേഷിനാണ് ട്രാഫിക് ചുമതല. 5 സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ കീഴിൽ 350 പോലീസ് ഉദ്യോഗസ്ഥർ ഭരണി ആഘോഷത്തിന് ഡ്യൂട്ടിയിൽ ഉണ്ടാകും. വിവിധ സെഗ്മെന്റുകളെ ബന്ധിപ്പിച്ച് ബൈക്ക് പെട്രോളിംഗ് ടീമുകളെ നിയോഗിക്കും. ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസ് ഉൾപ്പെടെയുള്ള ഹൈവേ 4 സെഗ്മെന്റുകളായി തിരിച്ച് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തും. KKTM കോളേജ്, ശൃംഗപുരം P ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടപ്പുറം, ചേരമാൻ പറമ്പ് എന്നിവിടങ്ങളിലും പാർക്കിംഗ് സംവിധാനമൊരുക്കും. മോഷണം തടയാൻ മഫ്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. ക്ഷേത്ര പരിസരത്ത് കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. കടപ്പുറത്ത് തീരദേശ പോലീസിന്റെ നേതൃത്വത്തിൽ സുരക്ഷയൊരുക്കും. തൃശൂർ സിറ്റി, പാലക്കാട്, മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ സുരക്ഷയ്ക്കായി എത്തും. കടലോര ജാഗ്രത, ഹൈവേ സുരക്ഷാ സമിതി, സ്കൗട്ട് എന്നീ സേവന സംഘങ്ങൾ പോലീസിനെ സഹായിക്കാനായി ഉണ്ടാകും. ആംബുലൻസുകൾ, സ്ട്രെച്ചറുകൾ തുടങ്ങിയ സൗകര്യങ്ങളും ഏർപ്പെടുത്തും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും വനിതാ പോലീസിന്റെ സേവനവും ഉറപ്പാക്കുമെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറിയിച്ചു. ഓരോ ട്രാഫിക് സെഗ്മെന്റിലും പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഓരോ 2 ട്രാഫിക് സെഗ്മെന്റ് വെച്ചിട്ടും ബൈക്ക് പെട്രോളിനെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിൽ വരുന്ന ആദ്യത്തെ സെഗ്മെന്റ് HP പെട്രോൾ പമ്പിന്റെ ഏരിയയാണ്. രണ്ടാമത്തത് വിനായക പെട്രോൾ പമ്പ് ഏരിയയാണ് ഹൈവേയിലുള്ളത്. മൂന്നാമത്തെ സെഗ്മെന്റ് CI ഓഫീസ് ജംഗ്ഷൻ തൊട്ടിട്ട് ചന്തപുര വരെയാണ്. ചന്തപുര മുതൽ കോതവറമ്പ് വരെയുള്ള ഏരിയ അങ്ങനെ 4 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് വാഹനങ്ങൾ ഗതാഗത തടസ്സമില്ലാത്ത രീതിയിൽ പാർക്ക് ചെയ്യാൻ കഴിയും. 2 ഹൈവേയുടെ ഇരുവശത്തുള്ള സർവീസ് റോഡുകളും തുറന്നിട്ടുണ്ട്. അവിടെ 1 വേ സിസ്റ്റമാണ് നടപ്പിലാക്കുന്നത്. ആ ഒരു ലെവലിൽ തന്നെ പോയി കഴിഞ്ഞാൽ വലിയ ഗതാഗത കുരുക്കില്ലാതെ ഹൈവേ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. പിന്നെ ക്വാർട്ടേഴ്സിൻ്റെ സ്ഥലത്ത് നിന്നും ഈ ആൾക്കാർ, ഭക്തജനങ്ങളെ ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് ട്രാഫിക് കൺജഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അവിടെയും മുൻകരുതൽ എന്നോണം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. തുടർന്ന് ക്ഷേത്ര പരിസരത്തും അതുപോലെ തന്നെ അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള മറ്റു സ്ഥലങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥരെ കൃത്യമായി തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ഏകദേശം 350ഓളം പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്കീമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ 350 പോലീസ് ഉദ്യോഗസ്ഥരിലും മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ സിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടാകുമെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതനുസരിച്ചിട്ട് മോഷണം തടയുന്നതിനും അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്നതിനും കൂടാതെ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നത്, ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള മുൻകരുതലാണ് കൂടുതലായും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുന്നത്. മാല പിടിച്ചുപറി, മാല പൊട്ടിച്ചുകൊണ്ട് പോക്ക് തുടങ്ങിയ കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്രാവശ്യം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനൊക്കെയായിട്ട് മഫ്തിയിലും പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ ഉള്ളിൽ കൃത്യമായിട്ടും നിയോഗിച്ചിട്ടുണ്ട്. അതിന് ജില്ലയിലെ ഡാൻസ് ഓഫ് സി ടീമിൻ്റെയൊക്കെ സാന്നിധ്യം നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. കൂടാതെ തന്നെ ഈ വഴിയോര കച്ചവടക്കാർ തമ്മിൽ ഇടയ്ക്ക് തമ്മിത്തല്ല് ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം 1-2 കേസുകൾ കഴിഞ്ഞ പ്രാവശ്യവും ഒക്കെ റിപ്പോർട്ടായതാണ്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. കൂടാതെ ഈ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്റ്റേ ഒക്കെ നമ്മളിവിടെ ദർബാർ ഹാൾ അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.